നമ്മുടെ ഇവിടെ ഒരു പ്രദേശവാസി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ആന അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ അത് ജനവാസ മേഖലയാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം അതെന്ന് പറഞ്ഞത് ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടികവർഗ മേഖലയാണ്, പട്ടികവർഗ കോളനിയാണ്. ആ കോളനിയിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. രാവിലെ ഒരു സേഫ് സോണിലായിരുന്നു അത് നിന്നിരുന്നത്. ഇപ്പോൾ അത് വിഭ്രാന്തി കൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ തന്നെ നിലയുറപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു വഴി ശരിക്കും ഉണ്ട്. ഞാൻ അവിടുത്തെ കൗൺസിലർ എന്ന നിലയിൽ അവിടെ ആ നിൽക്കുന്ന സ്ഥലത്ത് വണ്ടി എത്താൻ സാഹചര്യമുള്ള സ്ഥലമാണ്. അവിടെ ഒരു പക്ഷേ അവിടെ വെച്ച് തന്നെ മൈക്ക് വഴി വെക്കുകയാണെങ്കിൽ അതുവഴി ഒരു വഴി മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. അതുവഴി വേണമെങ്കിൽ കയറി പോകാം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അങ്ങോട്ട് കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ജനവാസ മേഖലയിൽ കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ജനവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 60ഓളം പട്ടികവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അത്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ വീടുകളാണ്. ആനയ്ക്ക് പെട്ടെന്ന് ആക്രമണ സ്വഭാവം ഉണ്ടായാൽ, അത്തരത്തിൽ പെട്ടെന്നൊരു വയലന്റ് ആകുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ വീടുകളിൽ താമസിക്കുന്നവരുടെ ജീവന് തന്നെ സുരക്ഷയായി ഉള്ള ഒരു അവസരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിലും അവസ്ഥയിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വാഴത്തോപ്പിൽ തിരികെ എത്തിയാലേ ഈ മയക്കുവെടിക്കുള്ള ഒരു സാഹചര്യം കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു വഴി. തമ്മിൽ എത്ര ദൂരം വ്യത്യാസമുണ്ട്? ആ കാര്യം കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാമോ? മുകളിലൊരു വഴി, അവിടെ ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. അവിടെ വെച്ച് ആനയെ ഇത്തരത്തിൽ മയക്കുവെടി വെക്കുകയാണെങ്കിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അക്ഷയ, ചോദ്യം ഒന്നും കൂടെ അക്ഷയ. അതായത് അരുൺ, ഈ കോളനിയുണ്ട്, തൊട്ടടുത്തൊരു കോളനി ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ആന നിലയുറപ്പിച്ച സ്ഥലത്ത് നിന്നും ആ കോളനിയിലേക്ക് ഇനി അധികം ദൂരമുണ്ട്. എത്ര ദൂരം വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. ഈ ആന നിലയുറപ്പിച്ച സ്ഥലത്ത് നിന്ന് തൊട്ടരികിലാണോ ഈ കോളനി ഉള്ളത്? എങ്ങനെയാണ് അത്? കോളനിയിലാണ് ഇപ്പോൾ ആനയുള്ളത്. കോളനിയുടെ ഏകദേശം ഒരു സൈഡിലാണ് ആനയുള്ളത്. മുകളിലേക്ക് കയറിയാൽ ജനനിബിഡമായ ഒട്ടനവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൈവിട്ട് പോകും, യാതൊരു സംശയം വേണ്ട. ഞാൻ അവിടുത്തെ പക്ഷേ ആ ജനവാസ മേഖലയാണ്. കോളനിക്ക് അരികിൽ തന്നെ, കോളനിയിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. തൊട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആന ഇപ്പോൾ ഒരു ചെരിവിലാണ് നിൽക്കുന്നത് അല്ലേ? ഇവിടുന്ന് തൊട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്. അവിടെ നിന്ന് ടൗണിലേക്കുള്ള, പിന്നെ ഈ റോഡുള്ള, ഈ കോളനിയിലേക്ക് ആന എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ടോ? അവിടെയുള്ള ആളുകൾ പരിഭ്രാന്തരാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. നിലവിൽ അവിടെയുള്ള ആളുകളെല്ലാം വീടിന്റെ മുകളിലൊക്കെയാണ് തമ്പടിച്ചിരിക്കുന്നത്. അവിടെ ഈ പ്രദേശത്തുള്ളവരെല്ലാം നേരത്തെ തന്നെ വനംവകുപ്പും പോലീസും ചേർന്ന് മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ ആന അവിടെ ഈ മേഖലയിൽ തന്നെ നിലകൊള്ളുകയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പദ്ധതിയിൽ തന്നെ ആയിരിക്കും വനംവകുപ്പും പോലീസും ഉൾപ്പെടെയുള്ളത്. എങ്ങനെയെങ്കിലും മയക്കുവെടി ഇന്ന് സാധ്യമാകണമെങ്കിൽ ഇനി 2 മണിക്കൂറേ അവശേഷിക്കുന്നുള്ളൂ. ഏതാനും 2 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ ഇരുളണയും മുമ്പ്. അങ്ങനെയാണെങ്കിൽ ഈ വാഴത്തോപ്പിൽ തന്നെ ആന എത്തണം എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ അനക്കമില്ലാതെ ഈ വാഴത്തോപ്പിലായിരുന്നു ആന സഞ്ചരിച്ചത്. പക്ഷേ ഈ ആളുകളെ കണ്ടതുകൂടി, ഈ RRT സംഘത്തെ ഉൾപ്പെടെ കണ്ടതുകൂടിയാണ് ആന നീങ്ങാൻ തുടങ്ങിയത്, ഇവിടെ നിന്ന് ദിശ മാറാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തായ ആന നിലകൊള്ളുന്നു. അപ്പോൾ യാതൊരു പ്രകോപനവും ഇപ്പോൾ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. മയക്കുവെടിക്കുള്ളൊരു സാധ്യത എന്തായാലും ഇവിടെ ഇല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് ആട്ടി ഓടിക്കാനുള്ളൊരു ശ്രമം പോലും ഇപ്പോൾ നമുക്ക് അപകടമാണ്. കാരണം ആന ഏത് ഭാഗത്തേക്ക് വിരണ്ടോടും എന്ന് പറയാൻ സാധിക്കില്ല. ഈ ജനവാസ മേഖലയിലേക്ക് ആന ഓടിയാൽ റോഡിലേക്കൊക്കെ ആന പോകുന്ന ഒരു സാധ്യതയുണ്ടാവും. നേരത്തെ കുമളിയിൽ അരിക്കൊമ്പനൊക്കെ ജനവാസ മേഖല എത്തിയ പോലെ അത്തരത്തിലൊരു സാഹചര്യം ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ആനയെ പ്രകോപിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആന താഴെ എത്തുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഉദ്യോഗസ്ഥ